ഇപ്പൊ ജീവിതം ശരിയല്ലേ, ഇപ്പൊ എല്ലാം ഒതുങ്ങി. ഏറെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ പെരിന്തൽമണ്ണയിൽ നിന്ന് എത്തിയത്. കാരണം ഞാൻ ആദ്യമായി പെട്ടെന്ന് തങ്ങളെ കണ്ടപ്പോൾ ഇമോഷണലായി ഒന്ന് സംസാരിച്ചു. കാരണം എന്താ വെച്ചാല് അത്രയ്ക്കും നമ്മളെ മനസ്സിന്റെ അകത്ത് വലിയൊരു സന്തോഷം നിറഞ്ഞൊരു ഇലക്ഷന്റെ ഒരു റിസൾട്ട് ദിവസമാണ്. കാരണം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചതിനൊക്കെ അപ്പുറം. കാരണം എന്താന്ന് വെച്ചാല് തങ്ങളുടെ വാക്ക് കടമെടുത്ത പറഞ്ഞത് തങ്ങളും നിർവാശം പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴാണ് പാർട്ടി ഉണർന്ന് പ്രവർത്തകർ ഉണർന്ന് നല്ലോണം ശക്തിയോടുകൂടെ തിരിച്ചു വരാമെന്ന് തങ്ങൾ പറഞ്ഞ വാക്ക് കൃത്യമായി അച്ചട്ടായി തന്നെ ഈ ഒരു ഇലക്ഷനിൽ പ്രതിഫലിച്ചു എന്ന് കൃത്യമായി പറയാം. കാരണം സദാനി സാഹിബിന്റെ ഇലക്ഷന് മുന്നേറ്റങ്ങൾ രംഗത്തിറങ്ങി അതിന്റെ പദയാത്രകൾ യൂത്ത് ലീഗിന്റെ പദയാത്രക്കൊക്കെ നേതൃത്വം നൽകി തങ്ങൾ മുന്നിൽ നിന്നപ്പോൾ ഞങ്ങൾക്ക് എന്തില്ല, ഞാൻ അടക്കമുള്ള മുസ്ലിം ലീഗിനെ പോലെ തന്നെ സമസ്തയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഞങ്ങളൊക്കെ. കാരണം ഞങ്ങളൊക്കെ പഞ്ചായത്തിൽ 31 ശാഖകൾ, SYSന്റെ നേതൃത്വത്തിൽ 31 ശാഖകളുണ്ട്. ആ ശാഖയുടെ വർക്ക് സെക്രട്ടറിയെ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകരാണ്. അതോടൊപ്പം തന്നെ നമ്മൾ STUവിന്റെ സംസ്ഥാന തലത്തിൽ വിദ്യാർത്ഥികളൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പൊ ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ രണ്ടും തള്ളാനും കൊള്ളാനും കഴിയാത്തൊരു സന്ദർഭത്തില് മുന്നേറ്റങ്ങളുടെ ആ സാമീപ്യം ഈ പ്രാവശ്യത്തിൽ എത്രത്തോളം ഞങ്ങൾക്കൊരു ആവേശം നൽകിയിരുന്നത് മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. കാരണം എന്താ വെച്ചാല് ഇങ്ങനെ ഒരു റിസൾട്ട് ഞാനടക്കമുള്ളവർ ഞങ്ങൾക്ക് ഇതിന്റെ ഒരു ഹൈ ലെവലിൽ പോയ 1.5 ലക്ഷത്തിലപ്പുറമൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ 2 ലക്ഷം കവിഞ്ഞ് വലിയൊരു മുന്നേറ്റം തന്നെ നടത്തി സമദാനി സാഹിബ് ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് മതജാതി ഭേദമന്യേ സമദാനി സാഹിബിന്റെ ആ ഒരു ഉയർച്ച അത് ഗ്രൗണ്ട് വർക്കിൽ ഇറങ്ങിയ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം നടത്തിയതിന്റെ ശ്രമഫലമാണ്. അതോടൊപ്പം തന്നെ മുന്നിൽ നിന്ന് നേതൃത്വം നൽകി എതിർ സ്ഥാനാർത്ഥിയോടടക്കം എന്റെ കാര്യങ്ങൾ ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് കൃത്യമായി പറഞ്ഞ് മുന്നേറ്റങ്ങൾ രംഗത്തിറങ്ങിയതോടുകൂടെ തന്നെ ബഹുമാനനായ സമദാനി സാഹിബ് അപ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം വലിയൊരു മുന്നേറ്റം നടത്തും. അതോടൊപ്പം തന്നെ ആ ഒരു അലയൊലി പൊന്നാനിയിൽ മൊയ്ലലി തങ്ങൾ ഉണ്ടാക്കിയ ഒരു അലയൊലി ഈ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും കൃത്യമായി പ്രതിഫലിച്ചിട്ടുണ്ട്. അതിന്റെ ശ്രമഫലമായി തന്നെ മലപ്പുറത്തെ ടി മുഹമ്മദ് ബഷീർ സാഹിബിന് വലിയൊരു മുന്നേറ്റം നടത്തി വലിയൊരു ഭൂരിപക്ഷം നേടാൻ സാധിച്ചു. ഏതായാലും ഈ അകമഴിഞ്ഞ ഒരു പ്രവർത്തനത്തിന് അത് ഹൃദയംഗമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ബഹുമാന്യനായ ശ്രീ ഹൈദരലി ശിഹാബുദ്ദാമയുടെ പൊന്നോമനപുത്രൻ, ആറ്റക്കായുടെ ഒരു പൊന്നോമനപുത്രൻ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഏറ്റവും ഹൃദയത്തിന്റെ അടിത്തറയിൽ നിന്ന് സ്നേഹിക്കുന്ന ഒരു പാലക്കാട്ടെ പൂമുത്ത് എന്നൊക്കെ ഞങ്ങൾ ബാക്കി എടുത്തു പറയുന്നതാണ്. കാരണം മറ്റുള്ള വേദികളിലൊക്കെ രാഷ്ട്രീയ വേദികളിൽ നിന്നൊക്കെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ബഹുമാന്യനായ തങ്ങൾ പല വേദികളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രാവശ്യത്തെ ഇലക്ഷനിൽ ഇതുപോലുള്ള ഒരു പ്രവർത്തനം നടത്തിയത് ഇതിനു മുമ്പ് ഞങ്ങൾ കണ്ടിട്ടില്ല. അതിന്റെ ശ്രമഫലമായി തന്നെ ഈ മുസ്ലിം ലീഗിന്റെ മുന്നേറ്റത്തിൽ പൊന്നാനിയിൽ ഇങ്ങനെ ഒരു വലിയൊരു മുന്നേറ്റം നടത്തി ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു പ്രവർത്തനം കാഴ്ചവെച്ച് ഒരുപാട് കാലത്ത് പണ്ട് മഹാനായ മെഹബൂബ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സാഹിബിന്റെ കാലത്ത് ഗുലാം മുഹമ്മദ് ബനാത്വാല സാഹിബിന്റെ ഒക്കെ കാലത്തുണ്ടായിരുന്ന ആ ഒരു ഭൂരിപക്ഷത്തിലെ ലെവലിലേക്ക് ആ ഒരു നിലയിലേക്ക് ഇന്ത്യൻ മുസ്ലിം ലീഗിനെ എത്തിക്കുന്നതിന് മുഖ്യ പങ്കുവഹിച്ചു. അതോടൊപ്പം തന്നെ നമുക്കറിയാം പാണക്കാടിന്റെ ഒരു ഭൂമുത്തി എന്നുള്ള നിലക്ക് സ്വാധീനങ്ങൾ നമുക്ക് നേതൃത്വം നൽകുമ്പോൾ അതിന് പിന്തുണയായി ബഹുമാനപ്പെട്ട തങ്ങൾ മുന്നിൽ നിന്നപ്പോൾ തന്നെ വലിയ ആവേശവും ആത്മാർത്ഥതയും അത് ഞങ്ങൾക്കൊക്കെ ആ ഒരു പെരിന്തൽമണ്ണയിൽ നിന്ന് ഇവിടെ എത്തിയപ്പോൾ തങ്ങൾ മുഖം കണ്ടപ്പോൾ പ്രസന്നത കണ്ടപ്പോൾ തന്നെ ആവേശം കൊണ്ട് മനസ്സിലാക്കി ആകെ ഒരു ഉന്മേഷം വന്നു. ഏതായാലും തങ്ങളെ എത്തിക്കൊണ്ട് തന്നെ ഒരു എളിയ പ്രവർത്തകൻ, അതായത് സംഘടനാ തലത്തിൽ ഭാരവാഹിത്വമൊന്നും നമ്മൾ പറയുന്നില്ല, ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലക്ക് സ്നേഹത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ഇതുപോലുള്ള സാധാരണ പ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണയും എല്ലാം പ്രിയപ്പെട്ട തങ്ങൾക്ക് ഞങ്ങൾ വാഗ്ദാനം നൽകുകയാണ്. ഭാവിയിൽ തങ്ങൾ എന്നും അറ്റാക്കാന്റെ പൂമുത്തി എന്നുള്ള നിലക്ക് എന്നും എവിടെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ട തങ്ങളായി തന്നെ എന്നും നിലനിൽക്കും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട തിരൂരിലുള്ള മൊയ്തീൻ മുസ്ലിം, തിരൂരിലെ മൊയ്തീൻ മുസ്ലിം ഉണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ സുഹൃത്ത് താഴെക്കോട്ടെ AK നാസർ മത്സ്യബന്ധന തൊഴിലാളി കൂടെ എൻ്റെ സംസ്ഥാന ട്രഷററാണ്. ഇങ്ങനത്തെ ആവേശങ്ങളിലൊക്കെ ഞങ്ങൾ എപ്പോഴും പാണക്കാട് വന്ന് ഇതുപോലുള്ള ദിവസങ്ങളിൽ വന്ന് ഈ ഒരു റിസൾട്ടിൽ വന്ന് എന്നും വന്നിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പ് കുറച്ച് മുമ്പ് വന്നിട്ട് തങ്ങളെ അറ്റാക്കന്റെ മുമ്പിൽ വന്ന് ഇരുന്ന ഫോട്ടോസൊക്കെ എടുത്ത് സെൽഫി ഒക്കെ എടുക്കുമ്പോൾ ആവേശം കണ്ടിട്ട് തങ്ങളടക്കം വന്ന് പറഞ്ഞതൊക്കെയാണ് ഓർക്കുകയാണ്. ഏതായാലും പ്രിയപ്പെട്ട തങ്ങളെ ഹൃദയംഗമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു അദ്ദേഹത്തിന്റെ സന്തോഷം കൂടി നിങ്ങൾ കേൾക്കണം.
വാക്ക് തങ്ങൾ പറയട്ടെ. ഒരു സന്തോഷം, ഇന്നത്തെ ഒരു സന്തോഷം എത്രത്തോളം ഉണ്ട് എന്ന് തങ്ങൾ കൂടി ഒന്ന് നമ്മോട് പറയട്ടെ. അസ്സലാമു അലൈക്കും. ഇത് 2-3 തീയതികളാണ് അപ്രതീക്ഷിതമായിട്ട് റിസൾട്ടിന് വേണ്ടിയിട്ടുള്ളത്. ഇവരെ പരിചയപ്പെടാനുള്ള സന്തോഷം. ഇവർ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഒരു അത്ഭുതമാണ് ഇന്നത്തെ റിസൾട്ട്. റിസൾട്ട് സാധിക്കലി ചെയ്യാവുന്ന പ്രസിഡന്റായ വിശേഷമുള്ള ഏറ്റവും വലിയ തുടക്കമാണ്, മികച്ച തുടക്കമാണ്. ഈ ഒരു രീതിയിൽ മുന്നോട്ട് വളരെ നല്ല രീതിയിൽ നമ്മുടെ പാർട്ടിക്ക് സാധിക്കും.